നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കത്രികയ്ക്ക് കുത്തി കൊലപ്പെടുത്തിയ പ്രതി സാനിക്കുട്ടനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റിനക്കര സ്വദേശി സാനിക്കുട്ടനാണ് തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കുളത്തുപുഴ ആറ്റിനക്കര മൂർത്തിക്കാവിന് സമീപം അനുഭവനിൽ രേണുക എന്ന തന്റെ സ്വന്തം ഭാര്യയെ ഇയാൾ കൊലപ്പെടുത്തിയത്. പോലീസ് പ്രതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് വീടിനടുത്തുള്ള വനത്തിൽ നിന്നാണ്. കൊലപാതക ശേഷം സാനുക്കുട്ടൻ സമീപത്തെ കല്ലടയാറ് നീന്തിക്കടന്ന് വനത്തിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇയാൾക്കായി പോലീസ് തിരച്ചിൽ നടത്തുകയായിരുന്നു. ഇയാൾക്കായുള്ള ഈ ഒരു അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നതിനിടെയാണ് ഉച്ചയ്ക്ക് 12:30യോടെ ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. പനിയെ തുടർന്ന് കുളത്തൂപ്പുഴ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് മരുന്ന് വാങ്ങി തിരികെ എത്തിയപ്പോൾ രേണുകയുമായി സാനുക്കുട്ടൻ വഴക്കിടുകയായിരുന്നു. എവിടെ പോയി എന്ന് ചോദിച്ചായിരുന്നു വഴക്ക് മൂർച്ഛിച്ചതോടെ കത്രിക ഉപയോഗിച്ച് രേണുകയുടെ കഴുത്തിലും വയറ്റിലും നിരവധി തവണ പ്രതി കുത്തി. കൊലപാതകം നടക്കുമ്പോൾ രേണുകയുടെ അമ്മ മേരി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. നിലവിളി കേട്ട് അമ്മയും അയൽവാസികളും ഓടിയെത്തി. അപ്പോൾ സാനുക്കുട്ടൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ രേണുകയെ നാട്ടുകാർ ഉടൻ കുളത്തൂപ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം രേണുകയെ ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതുവഴിയാണ് ഈ പോകുന്ന വഴിക്കായിരുന്നു മടത്തറയിൽ വെച്ച് മരണം സംഭവിച്ചത്. സാനുക്കുട്ടൻ സംശയരോഗിയും ലഹരിക്ക് അടിമയുമാണെന്നാണ് ബന്ധുക്കൾ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആരോപണം. കൂലിപ്പണിക്കാരനായിരുന്നു സാനുക്കുട്ടൻ. വല്ലപ്പോഴുമേ ഇയാൾ ജോലിക്ക് പോയിരുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പലപ്പോഴും വഴക്കുണ്ടായിരുന്നുവെന്നും ഹോം നഴ്സായ രേണുകയാണ് കുടുംബം നോക്കിയിരുന്നതെന്നും കുടുംബം പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചത്. സ്വന്തം ഭാര്യയെ വഴക്കിനെ തുടർന്ന് ഇയാൾ കുത്തി കൊലപ്പെടുത്തുകയും അതിനുശേഷം വനത്തിലേക്ക് ഇയാൾ ഓടി രക്ഷപ്പെടുകയും അവിടെ നിന്ന് ഇപ്പോൾ അയാളുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു വാർത്തയാണ്. തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്തെ മണ്ണന്തലയിൽ സഹോദരിയെ സഹോദരൻ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഈ ഷഫീന സഹോദരനിൽ നിന്ന് ക്രൂരമർദ്ദനം നേരിട്ടിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആക്രമണത്തിൽ ഷഫീനയുടെ 2 വാരിയെല്ലുകൾ തകർന്നിരുന്നു. ചവിട്ടേറ്റ് 2 കൈത്തണ്ടകളും ഒടിഞ്ഞിരുന്നു. തുടയിൽ നിന്നുള്ള മാംസം കടിച്ചെടുത്ത നിലയിലായിരുന്നു. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മണ്ണന്തല സ്വദേശിനിയായ 33-കാരി ഷഫീനയാണ് സഹോദരൻ ഷംസാദ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ആൺ സുഹൃത്തുമായുള്ള ഷഫീനയുടെ വീഡിയോ കോളുമായി ബന്ധപ്പെട്ട ഈ തർക്കം അതിക്രൂരമായ കൊലയിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. ആൺ സുഹൃത്തുമായുള്ള ഷഫീനയുടെ ബന്ധം ഭർത്താവുമായുള്ള പ്രശ്നത്തിന് കാരണമാക്കിയെന്നായിരുന്നു ഷംസാദ് പറയുന്നത്. ഈ കൊലപാതകം നടക്കുന്ന ദിവസവും ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കിട്ടു. ഒടുവിൽ ഈ വഴക്ക് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. തിരുവനന്തപുരം മണ്ണന്തലയിലാണ് യുവതിയെ സഹോദരൻ അടിച്ചു കൊലപ്പെടുത്തിയത്. വിവരമറിഞ്ഞ് മാതാപിതാക്കളും പോലീസും ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ മൃതദേഹത്തിന് കാവലിരിക്കുന്ന ഷംസാദിനെയും സുഹൃത്ത് വിശാഖിനെയുമാണ് കണ്ടത്. യുവതിയുടെ മൃതദേഹം സ്ഥലത്തു നിന്ന് മാറ്റാൻ ഷംസാദ് ആദ്യം തയ്യാറായില്ല. പിന്നീടാണ് മൃതദേഹം മാറ്റിയത്. സഹോദരിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹത്തിന് കാവലിരുന്ന ഷംസാദിന്റെയും സുഹൃത്തിന്റെയും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ചെമ്പഴന്തി അണിയൂരിൽ വെച്ചുള്ള അടിപിടി കേസിലും ഷംസാദ് പ്രതിയാണ്. മണ്ണന്തല മരുതൂർ റോഡിന് സമീപം ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. മാത്രമല്ല, സംശയമൊന്നും തോന്നാതിരിക്കാൻ ഇയാൾ വേണ്ടുന്ന നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. ചികിത്സാ ആവശ്യത്തിന് പറഞ്ഞ് ഷഫീനയെ ഒപ്പം കൂട്ടുകയായിരുന്നു ഇയാൾ ചെയ്തത്. ഇവിടെ വെച്ചാണ് ഷഫീന വീഡിയോ കോൾ ചെയ്യുന്നത് കണ്ടത്. ഇത് ഷംസാദിനെ പ്രകോപിപ്പിച്ചു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചണ്ഡീഗഡിൽ നിന്നുള്ള മറ്റൊരു വാർത്തയാണ്. വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനുള്ളിൽ ദമ്പതികളുടെ മകന്റെ മൃതദേഹങ്ങൾ കണ്ടെത്തി. പഞ്ചാബിലെ പട്യാല ജില്ലയിലെ തെപ്ല ബാനൂറിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ തെപ്ല ബാനൂറിൽ ദേശീയപാതയോട് ചേർന്ന ഫോർച്യൂണർ കാറിനുള്ളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടത്. മൊഹാലിയിലെ ഒരു സ്ഥലക്കച്ചവടക്കാരനായ സന്ദീപ് സിംഗ്, ഭാര്യ മൻദീപ് കൗർ, മകൻ അഭയ് സിംഗ് എന്നിവരുടെ മൃതദേഹമായിരുന്നു ഇത്തരത്തിൽ കാറിനുള്ളിൽ നിന്നും കണ്ടെത്തിയത്. സംഭവം ആത്മഹത്യയെന്ന് സംശയിക്കുന്നുവെന്നും എല്ലാ വഴിയിലൂടെയുള്ള അന്വേഷണം നടത്തുമെന്നും പോലീസ് ഓഫീസർ മഞ്ജിത് സിംഗ് വ്യക്തമാക്കി. സ്ഥലത്തെ കർഷകരാണ് പാർക്ക് ചെയ്ത വാഹനവും അതിൽ മൃതദേഹങ്ങളും ആദ്യം കണ്ടത്. ഇവർ പോലീസിനെ വിവരം അറിയിച്ചു. 3 പേരുടെ ശരീരത്തിൽ വെടിയേറ്റതിന്റെ പാടുകളുണ്ട്. അത്തരത്തിലൊരു കൊലപാതകമാണോ, സ്വയം പരസ്പരം വെടിയുതിർത്ത് അത്തരത്തിൽ മരിച്ചതാണോ, അങ്ങനെ ഒരു സംശയമൊക്കെ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. വാഹനത്തിലാകെ ചോര തെറിച്ച നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സന്ദീപ് സിംഗിന്റെ മൃതദേഹം ഡ്രൈവർ സീറ്റിലായിരുന്നു കണ്ടെത്തിയത്. അതിന്റെ അടുത്ത സീറ്റിൽ ഭാര്യ മൻദീപിന്റെ മൃതദേഹം ഉണ്ടായിരുന്നു. അഭയ് സിംഗിന്റെ മൃതദേഹം പിൻ സീറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്.
എന്തായാലും സംഭവത്തെ തുടർന്ന് പോലീസ് അതുപോലെ തന്നെ ഫോറൻസിക് സംഘം അടക്കമുള്ളവർ സ്ഥലത്തെത്തി. അവർ പരിശോധന നടത്തി, തെളിവുകൾ ശേഖരിച്ചു. പ്രാഥമിക ഒരു നിഗമനത്തിൽ ഭാര്യയും മകനെ വെടിവെച്ചു കൊന്ന ശേഷം സന്ദീപ് സിംഗ് ആത്മഹത്യ ചെയ്തു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റെന്തെങ്കിലുമാണോ സംഭവിച്ചത് എന്നതടക്കമുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഫട്ടിൻ ഡൈസെ സിഗ്വാല ഗ്രാമവാസിയാണ് സന്ദീപ് സിംഗ്. ഒരു സഹോദരനും സഹോദരിയും ഇയാൾക്കുണ്ട്. അഭയ് സിംഗിന്റെ മാനസിക പ്രശ്നങ്ങൾ കാരണമാണ് ആത്മഹത്യ എന്നാണ് സൂചനകൾ. എന്തായാലും എന്താണ് സംഭവത്തിന് പിന്നിൽ, എങ്ങനെയാണ് ഇവർ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ മരിച്ചത്, അന്വേഷണം പുരോഗമിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന മറ്റൊരു വാർത്ത. തിരുവനന്തപുരത്ത് ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കാൻ അനുവദിക്കാത്തതിൽ അമ്മയുടെ തല ചുമരിൽ ഇടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച മകനെ കോടതി ജീവപര്യന്തം കഠിന തടവിനും 50,000 രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു. പിഴ ഒടുക്കിയില്ലെങ്കിൽ പ്രതി 6 മാസം കഠിന തടവ് നേരിടണം. 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജി ആർ രേഖയാണ് പ്രതിയെ ശിക്ഷിച്ചത്. വക്കം നിലമുക്ക് പൂച്ചാടിവിള വീട്ടിൽ കള്ളപ്പൻ എന്ന വിഷ്ണുവാണ് അമ്മ ജനനിയെ കൊന്നു കത്തിച്ചത്. പ്രതി ജനനിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കേസാണ് പ്രോസിക്യൂഷൻ ചുമത്തിയിരിക്കുന്നത്. 2023 ഏപ്രിൽ 22 അർദ്ധരാത്രിയിലാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. മൃതദേഹം ഭാഗികമായി കത്തിയ ശേഷം പ്രതി ബഹളമുണ്ടാക്കി നാട്ടുകാരെ കൂട്ടി. അവിവാഹിതനായ പ്രതി വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമായ സ്ത്രീയെ കൂടെ താമസിപ്പിക്കാൻ ശ്രമിച്ചതിനെ ജനനി എതിർക്കുകയായിരുന്നു. ഈ വിരോധമാണ് പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കടുത്ത മദ്യപാനിയായ പ്രതി മദ്യപിച്ചു കഴിഞ്ഞാൽ വീട്ടുപകരണം അതുപോലെ വസ്ത്രങ്ങൾ ഇവ കത്തിക്കാറുണ്ട് എന്ന് ചുറ്റുമുള്ളവർ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മൂത്ത സഹോദരൻ ബിജിൻ കുടുംബ വീട്ടിൽ നിന്ന് മാറിയാണ് താമസിക്കുന്നത്. സംഭവം നടന്ന വീട്ടിൽ പ്രതിയും മാതാവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AR ഷാജിയാണ് ഹാജരായത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുംബൈയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത. അതായത് വനിതാ പൈലറ്റിന് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ ഊബർ ഡ്രൈവർക്കും മറ്റ് 2 പേർക്കുമെതിരെ കേസ്. നാവികസേന ഉദ്യോഗസ്ഥനായ ഭർത്താവിനൊപ്പം വ്യാഴാഴ്ച രാത്രി അത്താഴം കഴിച്ച ശേഷം ദക്ഷിണ മുംബൈയിൽ നിന്ന് യുവതി ഒറ്റയ്ക്ക് ഊബറിൽ പോവുകയായിരുന്നു. ഹാർഡ്കോപ്പറിലെ വീട്ടിലേക്കായിരുന്നു യുവതി പോയത്. ഇതിനിടെ ഡ്രൈവർ കാർ വഴിതിരിച്ചുവിട്ടു. മാത്രമല്ല മറ്റ് 2 പേരെ കാറിലേക്ക് കയറ്റി. ഇതിൽ പിൻസീറ്റിൽ കയറിയ ആള് മോശമായി ശരീരത്തിൽ പിടിച്ചു. ഇത് തടയാൻ ശ്രമിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിക്രമം കാരണം ഊബർ ഡ്രൈവർ തടഞ്ഞില്ല എന്നും വനിതാ പൈലറ്റ് ആരോപിക്കുകയുണ്ടായി. യാത്രക്കിടെ പോലീസ് പട്രോളിംഗ് കണ്ട് 2 പേരും കാറിൽ നിന്ന് ഇറങ്ങി ഓടി. തുടർന്ന് ഡ്രൈവർ ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി എത്തിച്ചു എന്നാണ് യുവതി പറയുന്നത്. എന്തുകൊണ്ട് മറ്റു പുരുഷന്മാരെ കാറിനുള്ളിൽ കയറ്റി എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഡ്രൈവർ മറുപടി നൽകിയില്ല എന്നാണ് വനിതാ പൈലറ്റ് പ്രതികരിച്ചിരിക്കുന്നത്. പൈലറ്റിന്റെ ഭർത്താവ് കൊളാംബയിലെ നാവികാസ്ഥാനത്താണ് താമസിക്കുന്നത്. ഇവർക്ക് ക്വാർട്ടേഴ്സ് കിട്ടാൻ വൈകുന്നതിനാൽ യുവതി ഹാർഡ്കോപ്പറിലാണ് താമസം. എന്തായാലും നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.